പവിത്രം അധ്യായം 1 അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. എന്തോന്നിടെ ഇത് പവിത്രം ടീമെ, നിങ്ങളോടാണ് വളരെ മോശമായിപ്പോയി. എനിക്ക് പവിത്രം വളരെ നല്ല ഇഷ്ടമുള്ളൊരു സീരിയലാണ്. ഞങ്ങളെപ്പോലുള്ള പ്രേക്ഷകർക്ക് ക്ലൈമാക്സ് വളരെ നിരാശ തന്നെയാണ് സമ്മാനിച്ചിരിക്കുന്നത്. ഇങ്ങനെയാകുമെന്നും ഒരിക്കലും കരുതിയില്ല. ഇന്നത്തെ ക്ലൈമാക്സ് എപ്പിസോഡിൽ എന്താ കാണിച്ചിരിക്കണേ? ദുരന്ത ക്ലൈമാക്സ്. എപ്പോഴും പറയുന്ന പോലെ പവിത്രം ഏഷ്യാനെറ്റിലെ ബെസ്റ്റ് സീരിയലുകളുടെ മുൻനിരയിൽ നിർത്താൻ പറ്റുന്ന ഒരു പരമ്പരയാണ് പവിത്രം. ഏത് ഭാഗം നോക്കിയാലും കഥയായാലും ഡയലോഗായാലും മേക്കിങ്ങും അതിലെ നടീനടന്മാരുമെല്ലാം ബെസ്റ്റാണ്. ബട്ട് അവസാനം ഇങ്ങനെ ആവരുതായിരുന്നു. പ്രേക്ഷകരായ നമ്മൾ എന്തൊക്കെ പ്രതീക്ഷിച്ചു? വിക്രമിൻ്റെ നിരപരാധിത്വം തെളിയിക്കും, കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടും, വിക്രമും വേദയും സന്തോഷകരമായ ഒരു കുടുംബജീവിതം തുടങ്ങും. ഇപ്പോൾ എന്തായി? ഈ സീരിയൽ സപ്പോർട്ട് ചെയ്ത പ്രേക്ഷകരെ വേദനിപ്പിച്ച് ഒരു ദുരന്ത ക്ലൈമാക്സ് ആയി മാറി. വിക്രമിൻ്റെ കഥാപാത്രത്തോട് കുറച്ചെങ്കിലും നീതി കാട്ടാമായിരുന്നു. ഒരു ഹാപ്പി എൻഡിങ് ആയിരുന്നുവെങ്കിൽ പ്രേക്ഷകരായ ഞങ്ങൾ സന്തോഷിക്കുമായിരുന്നു. ഇനി ആകെയുള്ള പ്രതീക്ഷ അധ്യായം 2 എന്നൊക്കെ പറഞ്ഞ് പവിത്രം 2ാം ഭാഗം വരുന്നുണ്ട്. ഇനി അതിലായിരിക്കും നമ്മുടെ ഒരു പ്രതീക്ഷ. ഇനി പവിത്രം ചാപ്റ്റർ 2 മെയ് 18-ാം തീയതി നമുക്ക് കാണാം. ഇനി 5 വർഷത്തിന് ശേഷമുള്ള കഥയായിരിക്കും ചാപ്റ്റർ 2-ൽ. അതിൽ വിക്രം 5 വർഷത്തിന് ശേഷം ജയിൽ മോചിതനായിട്ട് ഇറങ്ങുന്ന മുതൽ ആയിരിക്കും കഥയുടെ തുടക്കം. പവിത്രം സീരിയലിൻ്റെ തമിഴ് വെർഷനായ തെണ്ടൽ വന്ത് എന്നെ തൊടും എന്ന സീരിയലിലും ഇതേപോലെ തന്നെയാണ് കഥ. അതിലും 2ാം ഭാഗമുണ്ട്. എന്തായാലും നല്ലൊരു സീരിയലിൻ്റെ ക്ലൈമാക്സ് മാത്രം നിരാശയാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക.